അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് റെഫറൻസ് കിട്ടാറില്ലേ? എങ്കിൽ അതിന്റെ ഫിക്സ് ആണ് ഈ വീഡിയോ. ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് നല്ലൊരു സർവീസ് കൊടുക്കും, നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കഴിയും, കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, റെഫറൽ ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടുന്നുണ്ട്. എന്നിട്ട് കിട്ടുമോ? ഇല്ല. കാരണം എന്താ? റെഫറൽ ചോദിക്കാത്തത് കൊണ്ടാണ്. റെഫറൽ ചോദിക്കാനുള്ള മടി എന്നൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന റെഫറൽസ് കിട്ടാതിരിക്കുന്നത്. റീസെന്റ് ഈ ഒരു ബിസിനസ്സിൽ ചെയ്ത കാര്യം പറഞ്ഞു തരാം. സോ ഷീ വാസ് റണ്ണിങ് എ ബിസിനസ്, റെഫറൽസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. മുപ്പത്തേര് ചെയ്തത് എന്താ വെച്ചാൽ ഷീ സ്റ്റാർട്ടഡ് എ റെഫറൽ പ്രോഗ്രാം. അതായത് റെഫർ ചെയ്യുന്ന ആൾക്കാർക്കും ചെറിയൊരു ഡിസ്കൗണ്ടും റെഫറലായി വരുന്ന ആൾക്കാർക്കും ചെറിയൊരു ഡിസ്കൗണ്ടും കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവരുടെ ഓരോ കസ്റ്റമേഴ്സിനെയും ഇത് ഇൻഫോം ചെയ്തു, അവരെ എഡ്യൂക്കേറ്റ് ചെയ്തു. അതിനുശേഷം വേർഡ് ഓഫ് മൗത്ത് ആയാലും റെഫറൽസ് ആയാലും ഇവർക്ക് കൂടുതൽ ബിസിനസ് കിട്ടി. കാരണം മാർക്കറ്റിംഗിന്റെ എഫേർട്ട് കുറഞ്ഞു, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ആവുകയും ചെയ്യും. സിമ്പിൾ കാര്യങ്ങളുള്ളൂ. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രോഫിറ്റബിലിറ്റി കൂട്ടാം. ഇനി ആക്ഷൻ സ്റ്റെപ്സ്. നിങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിനും ഒരു റെഫറൽ റിവാർഡ് പ്രോഗ്രാം എന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത്തെ പോയിന്റ്, അവർക്ക് അത് ഈസി ആയിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ ഒരു വാട്സ്ആപ്പ് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഇത് നിങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്താൽ മാത്രം മതി എന്ന രീതിയിൽ സിമ്പിൾ ആക്കുക. മൂന്നാമത്തേത്, ഇത് ട്രാക്ക് ചെയ്യണം ആരെടുത്താണ് ഈ റെഫറൽസ് വരുന്നത്, സോ ദാറ്റ് നിങ്ങൾ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് കിടക്കാതിരിക്കാൻ. ഓക്കെ, സോ ഈ സിമ്പിൾ സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റെഫറൽസ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഓട്ടോമാറ്റിക്കായി കൂടും ചെയ്യും. Awesome. So see you in the next video.